നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിലെ സ്പെയിനിൻ്റെ വിജയത്തെ തുടർന്ന് വലിയ വിലയിരുത്തലുകളാണ് എല്ലായിടത്തും നടക്കുന്നത്. സ്പെയിനിൻ്റെ വിജയത്തിൽ നിന്ന് ബ്രസീൽ പഠിച്ചെടുക്കേണ്ട, ബ്രസീലിന് പാഠമാവേണ്ട 5 കാര്യങ്ങൾ ബ്രസീലിയൻ മീഡിയ ESPN ബ്രസീൽ വളരെ കൃത്യമായിട്ട് ഇത് അനലൈസ് ചെയ്യുന്നുണ്ട്. അതിലൂടെ കടന്നു പോകുമ്പോൾ അത് യാഥാർത്ഥ്യമാണെന്ന് നമുക്കും മനസ്സിലാവും. അതായത് സ്പെയിൻ ചെയ്തൊരു കാര്യം, അവരുടെ DNA അത് അതുപോലെ നിലനിർത്തി. അവരുടെ ടീമിനൊരു DNA ഉണ്ട്, ഒരു 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 ഐഡിയ നമ്മളെല്ലാവരും കാണുന്ന രീതിയിൽ അവർക്കുണ്ട്. ആ അസ്തിത്വം അവർ നിലനിർത്തി. 2008 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് കിരീടം, അതിന് ശേഷം അവർ ആ രൂപത്തിൽ തന്നെ 2010 വേൾഡ് കപ്പ് സ്വന്തമാക്കി. 2012 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ്, അവിടെയൊക്കെ അവർ കളിച്ചത് ഒരേ രീതിയിലുള്ള കളികളായിരുന്നു. പലരും ടിക്കി ടാക്ക എന്നൊക്കെ വിളിക്കാവുന്ന രൂപത്തിൽ ഷോർട്ട് പാസുകൾ കൊണ്ട്, എന്നാൽ ക്വിക്ക് പാസസ് ഇൻ അറ്റാക്ക്, അതുപോലെ പൊസിഷൻ കൈവശം വെക്കുന്നു. അങ്ങനെ ഒരു അറ്റാക്കിംഗ് ഫുട്ബോളാണ് അവർ നടത്തിയത്. എന്ന് പറഞ്ഞാൽ അവർക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റമുണ്ട്. 4-3-3, ഓൾവേസ് അവരുടെ വൈഡ് വിങ്ങേഴ്സ്, അതുപോലെ ഹൈലി ടെക്നിക്കൽ മിഡ്ഫീൽഡ് ഉണ്ടാവും. അങ്ങനെയാണ് അവർ കളിച്ചത്. ഇത് പെപ് ഗാർഡിയോള അദ്ദേഹത്തിൻ്റെ ബാഴ്സലോണ ടീമിൽ ഇഞ്ചെക്ട് ചെയ്തിരുന്നു. അതുപോലെ സ്പെയിനിലെ അക്കാഡമികളിലൊക്കെ ഇതേ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. സോ ഇതെല്ലാം ബ്രസീലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത മോഡലുകൾ. ബ്രസീലിൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മോഡൽ ഉണ്ടായിരുന്നു, അതൊന്നും അവർ അബാൻഡൻ ചെയ്ത് കളഞ്ഞു. ജോഗോ ബോണിറ്റോ എന്നൊക്കെ ഇപ്പോൾ പേരേ ഉള്ളൂ. സ്പെയിൻ ഇപ്പോഴും 2026 വേൾഡ് കപ്പ് കളിക്കാൻ ഇറങ്ങുമ്പോഴും അതേ രൂപത്തിൽ, അതായത് ക്വിക്ക് പാസസ് ഇൻ അറ്റാക്ക്, അതുപോലെ ബോൾ പൊസിഷൻ കൈവശം വെക്കുക, ഷോർട്ട് പാസുകളുമായിട്ട് മുന്നേറുക, ഇതൊക്കെ ഇപ്പോഴും അതുപോലെ തുടരുകയാണ്. സോ ആ DNA അവർ നിലനിർത്തി. ബ്രസീലിന് സ്വന്തം അസ്തിത്വത്തിലേക്ക് മടങ്ങി പോകേണ്ട സമയമായി എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ബ്രസീൽ ഇപ്പോൾ യൂറോപ്യൻ ഫുട്ബോളാണോ, നാട്ടിലെ അവരുടേതായിട്ടുള്ള ഫുട്ബോൾ രീതിയാണോ, എന്ത് അവർക്ക് അഡാപ്റ്റ് ചെയ്യണം എന്നറിയാത്ത രൂപത്തിലേക്ക് ആകെ കുഴഞ്ഞു മറിഞ്ഞിട്ടുണ്ട്. ആഞ്ചലോട്ടി ഇനി എന്ത് ഇഞ്ചെക്ട് ചെയ്യുന്നുള്ളത് കാത്തിരുന്ന് കാണണം. പിന്നെ രണ്ടാമത്തെ കാര്യം, കളക്റ്റീവ് ഓവർ ഇൻഡിവിജ്വൽ ടാലൻറ്റിന് പ്രാധാന്യം കൊടുക്കുന്നതിനപ്പുറം കളക്റ്റീവായിട്ടുള്ള മികവിന് പ്രാധാന്യം കൊടുക്കണം. ടീം എന്ന രൂപത്തിലുള്ള പെർഫോമൻസിന് പ്രാധാന്യം കൊടുക്കണം. ലമീൻ യമാലിനെ പോലൊരു താരം അവരുടെ നിരയിലുണ്ടെന്ന് നോക്കണം. 19കാരനായിട്ടുള്ള ലമീൻ യമാൽ, ലയണൽ മെസ്സിയുടെ നാച്ചുറൽ സക്സസർ എന്ന രൂപത്തിൽ പലരും കാണുന്ന ലമീൻ യമാൽ അവിടെ ഉണ്ടായിട്ടും ആ ടീം കളിച്ചത് എങ്ങനെയാണ്? ഒരു കളക്റ്റീവ് പെർഫോമൻസാണ് അവർ നടത്തിയത്. യമാലിനെ അമിതമായി ആശ്രയിക്കുകയല്ല. എന്ന് പറഞ്ഞാൽ ലൂയിസ് ഡിലാഫ്യൂൻ്റെ ടീമിൻ്റെ ആ ഒരു അറ്റാക്കും കാര്യങ്ങളുമൊക്കെ, അതുപോലെ തന്നെ ഡിഫൻസുമൊക്കെ കൃത്യമായി ബാലൻസ് ചെയ്തെടുത്തു. അപ്പോൾ കളക്റ്റീവിസമാണ് അവിടെ പ്രാധാന്യത്തോടു കൂടി ഉണ്ടായിരുന്നത്. ബ്രസീൽ ഇപ്പോൾ യമാലിനെ പോലുള്ളൊരു കപ്പാസിറ്റിയുള്ള കളിക്കാരൻ ഏറ്റവും ഒടുവിൽ ബ്രസീലിലേക്ക് വന്നത് നെയ്മറാണ്. 2014 വേൾഡ് കപ്പിൽ നെയ്മർ ജൂനിയർ ഒരല്പം കൂടി നമ്മുടെ ഇപ്പോഴത്തെ യമാലിനേക്കാൾ പ്രായമുണ്ടായിരുന്നിരിക്കണം. എന്നാലും അദ്ദേഹം വേൾഡ് കപ്പിൻ്റെ സെമിയിലേക്ക് ടീമിനെ കൊണ്ടുപോയി. പക്ഷേ സെമിയിൽ ടീം വീണു. അന്ന് നെയ്മറില്ല. സോ അവിടെ ഇൻഡിവിജ്വലിനെ ആശ്രയിച്ചാണ് പോയത്. ആ ഇൻഡിവിജ്വലിനെ ആശ്രയിച്ചല്ല, ടീം കളക്റ്റീവായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അതാണ് സ്പെയിനിൽ നിന്ന് ബ്രസീൽ പഠിക്കേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത്, കോച്ചിൽ വിശ്വാസം ഉണ്ടാവണം. മോർ ഓഫ് കോൺഫിഡൻസ് ഇൻ കോച്ച്. 2022 ടീമിൻ്റെ കോച്ചായിട്ട് ലൂയിസ് ഡിലാഫ്യൂൻ്റെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് സീനിയർ ടീമുകളിലൊന്നും പരിശീലിപ്പിച്ച് പരിചയമില്ല. അത്ലറ്റിക് ബിൽബാവോയുടെ B ടീമിനൊക്കെ പരിശീലിപ്പിച്ച് വരികയും അണ്ടർ-19, അണ്ടർ-21, അണ്ടർ-23 നാഷണൽ ടീമുകളൊക്കെ പരിശീലിപ്പിച്ച് വന്ന ഒരാളെയാണ് നേരെ പിടിച്ചിട്ട് സീനിയർ ടീമിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. ആ കോച്ചിൽ അസോസിയേഷൻ അർപ്പിച്ച വിശ്വാസമാണ്. ബ്രസീലോ 2022 ടിറ്റ പടിയിറങ്ങിയതിന് ശേഷം എത്ര കോച്ചുമാരെ മാറി വെച്ചു. ഒടുവിൽ ആഞ്ചലോട്ടിക്ക് 1 വർഷം തികച്ച് കിട്ടിയിട്ടില്ല ഈ വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ. ഇനി അടുത്ത വേൾഡ് കപ്പ് വരെ സമയം കൊടുക്കുന്നു, അത് നിലനിർത്തിയാൽ നല്ലത്. അപ്പോൾ ഇവിടെ കോച്ചിലൊരു വിശ്വാസം അർപ്പിക്കണം, അദ്ദേഹത്തിൻ്റെ വർക്കിലൊരു വിശ്വാസം ഉണ്ടാകണം. അപ്പോൾ മാത്രമേ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കൂടി ബ്രസീൽ പഠിക്കേണ്ടതുണ്ട്. ദെൻ ഡിഫൻസ് ഈസ് ദി ലൈഫ് ബ്ലഡ് ഓഫ് ദി ബിസിനസ്. ഡിഫൻസ് നല്ലതാവണം. സ്പെയിനിൻ്റെ ഈ വിജയത്തിൻ്റെ പുറകിൽ അവരുടെ ഡിഫൻസിൻ്റെ കപ്പാസിറ്റി വളരെ വലുതാണ്. 8 കളികളിൽ നിന്ന് ഒരേ ഒരു ഗോളാണ് അവർ വഴങ്ങിയത് എന്ന കാര്യം കൂടി നോക്കണം. ഇതിൽ എന്താണ് ആഞ്ചലോട്ടി എപ്പോഴും പറയുന്നത്? ഡിഫൻസിനാണ് പ്രാധാന്യം. എന്നിട്ട് ഡിഫൻസോ, ഈ വേൾഡ് കപ്പിൽ ആവറേജ് 10 ഷോട്ടുകൾ ഓരോ കളിയിലും ആലിസൻ്റെ വലയിലേക്ക് തൊടുക്കാൻ എതിരാളികൾ അനുവദിച്ചിട്ടുണ്ട് ബ്രസീലിൻ്റെ ഡിഫൻസ്. എന്ന് പറഞ്ഞാൽ സിമിലർ നമ്പർ ടു അൾജീരിയയുടെ ഡിഫൻസിൻ്റെ സെയിം അവസ്ഥ. സ്പെയിനിൻ്റെ എന്താണെന്നറിയോ? സ്പെയിനിൻ്റെത്
ആവറേജ് 6 ഷോട്ടുകളാണ് അവർ പെർ ഗെയിമിൽ സ്വന്തം വലയിലേക്ക് തൊടുക്കാൻ അനുവദിച്ചിട്ടുള്ളത്. അവിടെ ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അവിടെ റിസൾട്ട് വളരെ കൃത്യമാണ്. ബ്രസീൽ റൗണ്ട് ഓഫ് 16 പുറത്തായി. അതേസമയം മറുഭാഗത്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ സ്പെയിനിന് കഴിഞ്ഞതും അവരുടെ ഡിഫൻസിൻ്റെ കപ്പാസിറ്റി കൊണ്ടാണ്. ദെൻ ലോക്കൽ ഫുട്ബോളിൻ്റെ സ്ട്രെങ്ത്ത്, ലലീഗയുടെ ഒരു സ്ട്രെങ്ത്ത് നമുക്കറിയാലോ. ലലീഗ ലോകമെമ്പാടും എല്ലാവരും കാണുന്ന ഒരു സംഭവമായി മാറി, ഒരു സക്സസ് സ്റ്റോറിയാണ് അവിടെ. കഴിഞ്ഞ സീസണിൽ മാത്രം ജനറേറ്റ് ചെയ്തിരിക്കുന്ന 5.4 ബില്യൺ യൂറോ റവന്യൂ ആണ് എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസം ബ്രസീലിലെ ലോക്കൽ ഫുട്ബോൾ ഉണ്ടാക്കുന്നതിനേക്കാൾ അതിനുണ്ട്. അപ്പം അത് സ്വാഭാവികമായിട്ടും അവിടുത്തെ ക്ലബ്ബുകളെ പരിപോഷിപ്പിക്കാനും മറ്റുമൊക്കെ സഹായിക്കുന്നുണ്ട്. ബ്രസീലിൽ വമ്പൻ ക്ലബ്ബുകളുണ്ട്, ഫ്ലമിംഗോ, പാൽമിറാസ്, ഇങ്ങനെയുള്ള ക്ലബ്ബുകളൊക്കെ അവിടെയുണ്ട്. ലാറ്റിൻ അമേരിക്കയിൽ ഒരു പക്ഷേ കൂടുതൽ നല്ല രൂപത്തിൽ ലീഗുകൾ നടക്കുന്നതും ബ്രസീലിലായിരിക്കും. അതുകൊണ്ടായില്ല ലലീഗയൊക്കെ നടത്തുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതും ബ്രസീലിന് ഗുണകരമാകും. ഈ 5 കാര്യങ്ങളാണ് ബ്രസീൽ സ്പെയിനിൽ നിന്ന് പഠിക്കേണ്ടത് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.